ഹലോ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളതേ ഈ ഒരു കിടിലൻ വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഏത് സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീടാണ്. 1150 സ്ക്വയർ ഫീറ്റ് വീട്, 7 സെൻറ്റ് സ്ഥലം. നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? പല ആളുകളും എനിക്ക് പേഴ്സണലി വിളിക്കുന്നതാണ്, സ്ഥലവും വീടൊക്കെ വിൽപ്പനക്കുണ്ടോ, ചെറിയ ബഡ്ജറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും, കാണുന്ന നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വീടും സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീട് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാർ പോർച്ചാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഹനങ്ങൾ നിർത്താനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തെ കാഴ്ചകൾ ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ ഇതാണ് കാർ പോർച്ചിൻ്റെ വലിപ്പം വിസ്താരമൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഈ സിറ്റ് ഔട്ട് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആട്ടോ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഗ്രാനൈറ്റൊക്കെ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയൊരു വീടാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കാണിക്കാം നമുക്ക്. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് മരത്തിൽ പണിത കൊത്തുപണിയിൽ തീർത്ത ഡോറ്. നല്ലൊരു മരത്തിൻ്റെ ഡോറാണ് വരുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഹാള്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. ആളുകളൊക്കെ വന്ന് നമ്മളെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ വെൽക്കം ചെയ്ത് ഇരുത്താനൊക്കെ പറ്റുന്ന സൗകര്യങ്ങളുള്ളൊരു ഹാളാണ് ഇത്. TV പോയിൻ്റ്, യൂണിറ്റ്, കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ 2 കോട്ട് പെയിൻറ്റ് നിർബന്ധമായിട്ട് അടിക്കണം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ മക്കളെ, അപ്പോൾ അവരൊക്കെ ഈ ചുമരിൽ കുത്തി അടിച്ചിട്ടുള്ള ഈ പാടും കാര്യങ്ങളൊക്കെയാണ്. വേറെ ഒരു പ്രശ്നമില്ല. നല്ല 2 കോട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ കിടിലൻ വീടായി. വേറെ അതിനകത്ത് വേറെ ഒരു വർക്കും വരുന്നില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതാണ്. ഗ്രാനൈറ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു കിടിലൻ വീടാണ്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഭക്ഷണം കഴിക്കാനുള്ളൊരു ഏരിയ. അപ്പോൾ ഇതിനകത്ത് തന്നെ ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ റൂമൊന്നുമില്ല കേട്ടോ, മുകളിലൊക്കെ കാലിയാണ്. ഒറ്റ നില വീടാണ്. മുകളിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാ സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റുന്നൊരു വീടാണ്. ചെറിയ ബഡ്ജറ്റിലൊക്കെ വീട് നോക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ വീടാണ്. അപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ 2 ബെഡ്റൂം അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. ഇതാണ് മെയിൻ ബെഡ്റൂം. അതായത് ഇതിനെന്താ പറയുക, മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം നമുക്ക്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അച്ഛന്, അമ്മ, 2 മക്കൾക്കൊക്കെ കിടക്കാൻ സൗകര്യത്തിനൊക്കെ പറ്റുന്ന വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അത് ഈ വീഡിയോയിലാവുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അത് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല രീതിയിൽ വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇതും യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിനോട് തൊട്ട് ചേർന്നിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാം നമുക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് വർക്ക്, ടൈലും കാര്യങ്ങളൊക്കെ. ടൈൽ ഇവിടെ ഉപയോഗിച്ചില്ല. സാധാ ടൈൽസ് ഇവിടെ ഉപയോഗിച്ചത് ബാത്റൂമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ വരുന്നത് ഈ ഗ്രാനൈറ്റാണ്. ഇതിനോട് തൊട്ട് ചേർന്നിട്ട് വരുന്നൊരു ചെറിയ ബെഡ്റൂമാണിത്. ചെറിയ ബെഡ്റൂം പറഞ്ഞാൽ അത്യാവശ്യം 10x10 മുകളിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിലും കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കിടക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 2 ബെഡ്റൂം അതിനകത്ത് വരുന്നത്. ഇതാണ് പിന്നെ കിച്ചണ്. ഇത് നമ്മളൊരു മോഡുലാർ കിച്ചൺ തന്നെ പറയാം. നല്ല രീതിയിൽ പുതിയ രീതിയിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊരു കിച്ചണും ഇതിനോട് തൊട്ട് ചേർന്നിട്ടുള്ളൊരു നാടൻ അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ളത്. നമ്മൾ 2 രീതിയിൽ നമുക്ക് പാചകം ചെയ്യാം. അപ്പോൾ ഇതിൽ ഗ്യാസ് ഉപയോഗിക്കാം. തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമുക്ക് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നും കൂടിയും പറഞ്ഞുതരാം. ഇതിൻ്റെ പുറത്തെ ഭാഗം കൂടി ഒന്ന് കാണിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കാം. സ്കിപ്പ് ചെയ്യണ്ട, ഞാൻ അതിൻ്റെ പുറത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കിച്ചണാണ്. കിച്ചണിൽ അത്യാവശ്യം നമ്മുടെ പുകയില്ല ആലുവ അടുപ്പുണ്ടല്ലോ, നമ്മളെ പുകയൊന്നും അകത്തേക്ക് വരാത്ത രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാക്ക് സൈഡും സൈഡും ഒന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ സൈഡിലെ വശം. 7 സെൻറ്റ് സ്ഥലം കേട്ടോ ഇതിനകത്ത് വരുന്നുള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് നടക്കാനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അതിൻ്റെ സൈഡിലുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലും കൂടി ഞാനൊന്ന് കാണിക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ള സൗകര്യം വരുന്നത് ബോർവെൽ കേട്ടോ, കുഴൽ കിണറാണ്. ഇനി ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കിണറുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അവിടുന്ന് ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടേക്ക് വെള്ളം അടിക്കുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് വെള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഏത് വേനലിലും നിങ്ങൾക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരില്ല. ഇപ്പോൾ ഇനി കിണർ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ, താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആ സൗകര്യമുണ്ട്. ബോർവെല്ലാണെങ്കിൽ നമുക്ക് വീടിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാനിതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ബോർവെല്ലൊക്കെ ഇതിൻ്റെ പുറകിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലൊരു സ്പേസ് വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഇതെന്ന് പറഞ്ഞാൽ വീടൊരു സെൻട്രലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കിലും ഫ്രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത്. ഇത് 1150 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്.
7 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പാർട്ടി ചോദിക്കുന്ന വില എത്രയെന്നറിയോ? വെറും 25 ലക്ഷം രൂപ. അത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആവുള്ളൂ. ലാസ്റ്റ് പ്രൈസാണ്. കൂടുതൽ പഴക്കമായിട്ടില്ല ഈ വീട് വെച്ചിട്ട്. ഇവരിത് വിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തറവാട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് പൈസ ഉണ്ടായ സമയത്ത് വീട് വെച്ചതാണ്. അപ്പോൾ ഇനി തറവാടിൻ്റെ ഭാഗത്തേക്ക് മാറുന്നതുകൊണ്ട് വിൽക്കുന്നത് മാത്രമാണ്, അല്ലാതെ വേറെ ഇവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും പ്രശ്നമായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും അല്ല വിൽക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ടൗണിലൊന്നുമല്ല, മലപ്പുറം ജില്ല കഴിഞ്ഞ പാടെ തൂത എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. തൂത കഴിഞ്ഞ് വീട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ കാറൽമണ്ണ ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വളരെ ഈസി ആയിരിക്കും ഇങ്ങോട്ട് വരാൻ. ഇനിയിപ്പോൾ ഇത് ഏത് ജില്ലക്കാർക്കും പറ്റും കേട്ടോ. ടൗണിലേക്കൊക്കെ മെയിൻ റോഡിലേക്കൊക്കെ വെറും 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ പല ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയ വീടായതുകൊണ്ടും തീരെ പഴക്കമില്ലാത്തൊരു വീടും കൂടിയാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടൊക്കെ ആവശ്യമില്ല പല ആളുകളും പല സമയങ്ങളിൽ നമുക്ക് വിളിക്കാറുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണിത്. അവരും കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല കൂടുതൽ എൻക്വയറിയും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. ബൈ.